ചെയ്ത സംഭവം ഇല്ല കേട്ടോ. എന്താ കാര്യം പറയട്ടെ, എന്താ കാരണം? പിന്നെ സത്യമാണ് സംഭവം. അതിലുള്ള ഇൻസിഡൻസ് ഒക്കെ കറക്റ്റാണ്. ഒരു 90% കറക്റ്റാണ്. നടന്ന കാര്യങ്ങൾ തന്നെ പറഞ്ഞത്. നടന്ന കാര്യങ്ങൾ വീണ്ടും അത് റീക്രിയേറ്റ് ചെയ്യുമ്പോൾ അത് നല്ലതാണോ മോശമാണോ നമുക്ക് ചിന്തിക്കേണ്ട അതെന്താ അറിയോ, അന്ന് ചെയ്ത് ചിലപ്പോൾ റിഗ്രറ്റ് ചെയ്യുന്നുണ്ടോ. ചില ആളുകൾക്ക് അന്ന് ചെയ്ത് മോശമായി പോകുന്ന റിഗ്രറ്റ് ചെയ്യാനൊരു ഇത് കൊടുക്കട്ടെ നമ്മൾ. പക്ഷെ അത് അതിനുള്ള അവസരം കൊടുക്കണില്ല. അതായത് അന്നത്തെ കാലത്ത് അങ്ങനെയായിരുന്നു. അതായത് നമ്മൾ കുറേ പുരോഗമനം അതിനുള്ളൊരു അവസരം നിഷേധിക്കപ്പോൾ, അതായത് ഈ സത്യം പറഞ്ഞാൽ ഞാൻ 91 ജനിച്ച എനിക്ക് ഇതിനെക്കുറിച്ച് വലിയ ധാരണ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഈ 2000 ജനിച്ച പിള്ളേർക്ക് ഇതിനെക്കുറിച്ച് ഒന്നും അറിയണ്ടാവില്ല. ഒന്നും അറിയില്ല. പക്ഷെ ഞാൻ പറയാം 86 ജനിച്ച എനിക്ക് പോലും അറിയില്ല. ഞാൻ ഈ ഫസ്റ്റ് സിനിമ കാണുമ്പില്ലേ, ഞാനൊന്നും ആലോചിച്ചില്ല. ഞാൻ വിചാരിക്കുന്നത് എന്താ, പക്ഷേ ലൂസിഫറിന് അത്ര രസമായില്ലല്ലോ പടം. ആകെ 2 മിനിറ്റ് അല്ല, കാട്ടിലുള്ള ഫൈറ്റ് ഉണ്ടല്ലോ, അത് മാത്രമാണ് ഒരു മാസമായിട്ട് തോന്നിയത്. ഇത് മാത്രം ചിന്തിച്ച് വന്നത് ഞാനാ. അവിടെ നിന്ന് 2 ദിവസം കഴിഞ്ഞപ്പോൾ ഇതിലേക്കൊക്കെ പോകുമ്പോൾ അപ്പോഴാണ് ഞാൻ ചിന്തിക്കണേ, ഇത് ഇങ്ങനെയാണോ? ആ ട്രെയിനിൽ കത്തണമെന്ന് ഞാൻ അപ്പം എനിക്ക് അറിയണില്ല. ആ ട്രെയിനിൽ നിന്ന് കത്തുണ്ട്, കുറെ സായിമാര് കത്തിപ്പോണ്ട്. അതൊന്നും ഞാൻ അന്ന് ചിന്തിക്കാൻ പറ്റും. ആ ചിന്തിച്ചില്ല നമ്മള്. പക്ഷെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ നമ്മളെ കൊണ്ടൊക്കെ ചിന്തിപ്പിക്കുകയാണ്. നമ്മൾ കുറച്ച് ഏകദേശം നമ്മൾ കുറച്ച് പുറത്തോട്ട് ചിന്തിക്കുന്നുണ്ടല്ലോ. ഇത് കുളപ്പുള്ളി കഴിഞ്ഞ് ഏകദേശം ഒറ്റപ്പാലത്തറയും ബാബുന് കുറെ പറയാനുണ്ട്. അതായത് പുതിയ തലമുറയ്ക്ക് ചിന്തിക്കാനുള്ള ത്രെഡ് കൊടുത്തിരിക്കുക. അവർക്ക് ചിന്തിക്കാം, ഇനി എന്ത് ഡിസിഷൻ എടുക്കുന്ന അവർക്ക് തീരുമാനിക്കാം. അല്ലേ? കാരണം ഒരു ട്രെയിനിൽ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ആ സംഭവം ഭയങ്കര ക്രൂരതാണ്. കാരണം അന്ന് ചെയ്യുമ്പോൾ അന്ന് സംഭവമാണ് ബസ് കയറിയ. അത് കഴിഞ്ഞിട്ട് അടുത്തത് അതിലും വലിയ ക്രൂരത. ഞങ്ങൾ വെല്ല പോകണോ, ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ കയറി വളരെ വെല്ല പോകണുള്ളൂ. മതത്തിലെ